ഹലോ, നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറി ഉണ്ടാക്കാം കേട്ടോ. ഇതാ ഒരു കുക്കറിലോട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയ 1 കിലോ മട്ടനായിട്ട് കൊടുക്കുന്നത്. ഈ വൃത്തിയാക്കാനൊക്കെ ഇച്ചിരി പാടാണ് കേട്ടോ, എന്നാലും കുഴപ്പമില്ല. എനിവേ, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുവാണ് കേട്ടോ. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ എന്താ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഇത് അടുപ്പത്ത് വെക്കുന്നുണ്ട്. 4 വിസിലാണ് കേട്ടോ നമുക്ക് വേണ്ടേ. അപ്പം അത് വിസിലടിക്കുന്ന സമയത്ത് ഇത് അപ്പുറത്തെ അടുപ്പിൽ ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുത്തേക്കുന്നത്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ 1 കപ്പ് കുഞ്ഞുള്ളി കേട്ടോ, കുഞ്ഞുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവോളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തം കുഞ്ഞുള്ളി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ 4 ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം മുളക് പൊടിക്ക് അത്യാവശ്യം എരിവുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ ആ കളർ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ മട്ടൻ അപ്പുറത്തൊന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ മസാല റെഡിയാക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ മസാല നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാനൊരു 1 മിനിറ്റ് ഇളക്കുന്നുണ്ട്. നന്നായിട്ടൊരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പച്ചമണം മാറിയതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ കുറച്ച് തക്കാളി, ഇത് ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ, ഒരു കുഞ്ഞ് തക്കാളി ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ 1 പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മസാല ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഞാനത് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. മൂടി വെച്ച് വേവിക്കുകയാണ്. ഇവിടുത്തെ തക്കാളി ഒരു പഴുത്ത തക്കാളി അല്ല, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കണേ. അങ്ങനെ അത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ മസാലയിലോട്ട് ഞാൻ നമ്മുടെ വെച്ച് വെച്ചിട്ടുള്ള മട്ടൻ ഇടുക. മട്ടൻ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല സ്മെല്ലാണ് മട്ടൻ. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് മട്ടൻ്റെ ഒരു കറി ഉണ്ടാക്കണം. എൻ്റെ ലൈഫിൽ ആദ്യത്തെ മട്ടൻ കറിയാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുമില്ല, ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പുറത്തുനിന്നാണെങ്കിലും ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ മട്ടൻ്റെ ഒരു ഐറ്റംസ് അങ്ങനെ ഒന്നും കഴിച്ചിട്ടുമില്ല അധികം. അങ്ങനെ ഞാൻ ഓർത്തൊക്കെ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ അത് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അങ്ങനെ അത് ഞാനൊരു 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട് കേട്ടോ. മട്ടൺ ഓൾറെഡി വെന്തതായതുകൊണ്ട് നമുക്ക് കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ബ്യൂട്ടിഫിക്കേഷനൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇവിടെ കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കുരുമുളകും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനത് മൂടി വെക്കാണ് കേട്ടോ. ഇതാ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് കേട്ടോ പിന്നെ ഇരുന്ന് തിളയ്ക്കണേ. അങ്ങനെ ഒരു 20 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഞാൻ വന്ന് തുറക്കണം കേട്ടോ. സൂപ്പർ മട്ടൻ കറി, നല്ല സ്മെല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു മട്ടൻ കറി ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.